खत्म हो गया पानी, नीचे का बचा बस। नीचे का बचा बस। अच्छा जब लास्ट नीचे आ गया पानी थोड़ा, तो इन्होंने घर बनाने के चक्कर में खराब कर दिया ना, पास लगी करेंगे नहीं करेंगे सही। क्या कर दे तो नीचे से എനിക്ക് എൻ്റെ വീടിനടുത്ത് വളരെ ഇഷ്ടമുള്ളൊരു ട്രെയിലുണ്ട്. ആ ട്രെയിലിലൂടെയാണ് ഞാൻ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മെയ് 5, 2024 ഞാൻ മണലിലെത്തിയിട്ട് 2 ആഴ്ചകൾ കഴിയുന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ 2 ആഴ്ചകളിലും എല്ലാ ദിവസവും വ്യത്യസ്തമായ കാലാവസ്ഥകളായിരുന്നു. ചില ദിവസങ്ങളിൽ നിർത്താതെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി ഇവിടുത്തെ ചുറ്റുമുള്ള ഹൈ മൗണ്ടൻസിൽ മഞ്ഞ് പെയ്യുന്നത് കാണുന്നത്. അതുപോലെ തന്നെ നല്ല വെയിലുള്ള ചില ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് വൈകുന്നേരം ഇങ്ങനെയൊന്ന് നടക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സാഹിത്യത്തിൽ വെയിലെന്ന് പറയുന്നൊരു ടേം അല്ലെങ്കിൽ വെയിലത്ത് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണുള്ളത്. അതുപോലെ തന്നെ തണലെന്ന് പറയുന്നത് നമ്മളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡായിട്ടാണ് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സാഹിത്യത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വെയിലിൻ്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ മൗണ്ടൻസിൽ വരുന്ന സമയത്താണ്. മൗണ്ടൻസിൽ ശരിക്കും ഈ വിൻ്റർ ടൈമിൽ വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് വിൻ്റർ ടൈമിൽ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. കാരണം ഈ തണുത്തൊരു പ്രഭാതത്തിന് ശേഷം ഇങ്ങനെ സൂര്യൻ്റെ വെയിൽ വരുന്ന സമയത്ത് നമ്മളിവിടെ ഹിമാചലിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ വെയിലത്ത് വന്നിരുന്ന് വെയിൽ കായാൻ വേണ്ടി മാത്രമായിട്ടൊരു സ്പേസ് കാണും. കാരണം വെയിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൗണ്ടൻസിൽ. എനിക്ക് തോന്നുന്നു വെയിൽ തരുന്ന കംഫർട്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയണമെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. നല്ല വിൻ്റർ സമയത്ത് മൗണ്ടൻസിൽ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് വെയിലിൻ്റെ ആ ഒരു കംഫർട്ട് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ വെയിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഇറങ്ങി പൊതുവെ നടക്കാറുള്ളത് ഹഡിംബ ടെമ്പിളിനടുത്തേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 10 മിനിറ്റ് നടക്കുകയാണെങ്കിൽ ഹഡിംബ ടെമ്പിൾ എത്തും. ഹഡിംബ ടെമ്പിൾ പല ആളുകൾക്കും അറിയാവുന്നതുപോലെ റോജ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ പ്രശസ്തമായൊരു ലൊക്കേഷനാണ്. ഒരു സിനിമയിൽ ലൊക്കേഷൻ ആവുന്നതിനപ്പുറം നമുക്കറിയാം റോജ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയിൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു സീനാണ് ശരിക്കും ഹഡിംബ ടെമ്പിളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമായൊരു ടെമ്പിളാണ് ഹഡിംബ ടെമ്പിൾ. മണാലി എന്ന് പറയുന്നത് വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അവിടേക്ക് വരുന്നത് പലതരത്തിലുള്ള ക്രൗഡാണ്. അതിലൊരു വലിയ വിഭാഗം എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് മാത്രമല്ല, മറിച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഹഡിംബ ടെമ്പിൾ പോലൊരു ക്ഷേത്രത്തിലേക്ക് ആളുകളുടെ വലിയൊരു കുത്തൊഴുക്ക് എല്ലാ സമയവും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹഡിംബ ടെമ്പിളിന് ചുറ്റും നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഹഡിംബ ടെമ്പിളിൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കച്ചവടങ്ങൾ, ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിട്ടുള്ള പലതരത്തിലുള്ള കച്ചവടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാൻ സാധിക്കും. ഈ ഫോട്ടോഗ്രാഫേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചലിൻ്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂം അവരുടെ കയ്യിലുണ്ടാവും. ആ കോസ്റ്റ്യൂം ആളുകളെ അണിയിച്ചിട്ട് അവരുടെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്നത്. കുറേ ആളുകൾ യാക്കിനെയും കൊണ്ട്, അതുപോലെ തന്നെ ആടിനെ, മുയലിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതുമായിട്ടൊന്ന് ഫോട്ടോ എടുത്തിട്ട് ചെറിയൊരു തുക വാങ്ങിക്കുന്ന ഒരു ബിസിനസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്പെയ്ത്ത്, ബലൂൺ പൊട്ടിക്കൽ, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏകാന്തതയും നിശബ്ദതയൊക്കെ ഇഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് ആൾത്തിരക്ക് കാണുക എന്നുള്ളത്. ഞാൻ പേഴ്സണലി അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ വൈകുന്നേരങ്ങളിൽ ഹഡിംബയുടെ അടുത്തേക്ക് നടന്നു വരാറുള്ളത്.
കഴിഞ്ഞ ദിവസം ഞാൻ ഹഡിംബ ടെമ്പിളിനടുത്തേക്ക് ആരൂബാബ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുമായിട്ട് വരുന്ന സമയത്ത് സദേൺ സോൾസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കാണുകയും അങ്ങനെ ആരൂബാബയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു ഇത് വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ്, ഏതാണ്ട് 6-7 വർഷങ്ങളായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു പാലക്കാടുകാരനായ മലയാളിയാണ് ഇത് നടത്തുന്നത്. അദ്ദേഹം മുമ്പ് US എവിടെയോ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇന്നലെ പോയിട്ട് ഞാനും ആരൂബാബയും കൂടെ സേമിയ ഉപ്പുമാവ് കഴിക്കുകയുണ്ടായി. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാകാതെ മണാലിയിൽ നിന്ന് കഴിക്കണം എന്ന് തോന്നുന്ന 2 റെക്കമെൻഡേഷൻസ് പറയാം. ഒന്ന് ക്യൂരു ഹൗസ് എന്ന് പറയുന്ന ഒരു ടിബറ്റൻ ചൈനീസ് ഹോട്ടലുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ റോത്താങ് റോഡിലാണ്, വശിഷ്ഠിലേക്ക് തിരിയുന്ന റോഡിനടുത്ത് തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. അവിടുത്തെ ക്യൂരു സ്പെഷ്യൽ ന്യൂഡിൽസ് എന്ന് പറയുന്നൊരു ന്യൂഡിൽസ് ഉണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്വാദുള്ള ന്യൂഡിൽസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വെജിറ്റബിൾസ് ഒരു വെജിറ്റബിൾ പ്ലേറ്ററൊക്കെ പോലെ സ്റ്റീംഡ് ആയിട്ട് പ്ലേറ്റിൻ്റെ പകുതി വെജിറ്റബിൾസ് ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നല്ല കനത്തിലുള്ള ന്യൂഡിൽസാണ് ഇവരുടെ ഈ സ്പെഷ്യൽ ന്യൂഡിൽസിലുള്ളത്. വളരെ സോസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ന്യൂഡിൽസാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ളൊരു ന്യൂഡിൽസ് ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെജ് ന്യൂഡിൽസിന് 150 ചിക്കൻ ന്യൂഡിൽസിന് 170 അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട്. 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയുള്ള ഒരു വിഭവമാണ്. അതുപോലെ തന്നെ അനുജനെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുപോയത് ഡാർജിലിംഗ് സ്റ്റീമേഴ്സ് എന്ന് പറയുന്നൊരു സ്പേസിലാണ്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കം കഫേയാണ്. നല്ല ലോൺസ് ഉള്ളൊരു മുറ്റവും ഒരു പഴയ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോഡേൺ കൺസ്ട്രക്ഷനുള്ള ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ചൂൽ മോമോസ് എന്ന് പറയുന്ന മോമോസ് ഉണ്ട്. ഒരുപക്ഷെ മണാലിയിൽ തന്നെ ഏറ്റവും ടേസ്റ്റുള്ള മോമോസ് ആയിരിക്കും. ഒരു പ്രത്യേകതരം ഗ്രേവിക്കൊപ്പം വരുന്ന ഒരു മോമോസാണ്. ഈ പറഞ്ഞ പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോമോസാണത്. ഈ ജഗഹ കാ നാം ക്യാ ഹൈ? ഡാർജിലിംഗ് സ്റ്റീമേഴ്സ്. മണാലിയിലെ മറ്റ് റൊട്ടീൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2-3 ദിവസം കൂടുന്ന സമയത്ത് ഞാനും അനുജും ആരൂബാബയും ചേർന്നിട്ട് വശിഷ്ഠ ടെമ്പിളിൽ കുളിക്കാൻ പോകാറുണ്ട്. വശിഷ്ഠം എന്ന് പറയുന്ന സ്ഥലത്തെ മഹാഋഷി വശിഷ്ഠ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന സൾഫർ അടങ്ങിയ നല്ല ചൂടുള്ള വെള്ളമാണ്. ഈ വെള്ളം ബേസിക്കലി നമ്മൾ ആദ്യം കൈകൊണ്ട് തൊടുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതൽ ചൂടാണെന്ന് നമുക്ക് തോന്നും. ടെമ്പിളിനുള്ളിലെ കുളത്തിൽ ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് കുളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിന് പുറത്ത് കുറച്ച് പൈപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പൈപ്പുകളിലൂടെ ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ പൈപ്പിൻ്റെ ചുവട്ടിൽ ചെന്ന് പയ്യെ നമ്മുടെ ശരീരത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് പയ്യെ നമ്മൾ ആ ചൂടിനോടൊന്ന് അഡാപ്റ്റായി ഈ പൈപ്പിന് മുന്നിൽ നിന്ന് മാത്രമാണ് നമുക്ക് സോപ്പിട്ടാണെങ്കിലും കുളിക്കാൻ കഴിയുന്നത്. അതിനുശേഷം ബോഡി അതിന് സെറ്റായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ മെയിൻ കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കുന്നത്. വശിഷ്ഠിലെ ഈ ഹോട്ട് സ്പ്രിങ്ങിൽ ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വരുന്ന സമയത്ത് വല്ലാത്തൊരു ഫ്രഷ്നെസ് ആണ്. മാത്രമല്ല ഈ വിൻ്റർ ടൈമിൽ നല്ല തണുപ്പുള്ള സമയത്ത് ഈ നല്ല ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കുളിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കരയ്ക്ക് കയറിയിരുന്ന് കുറച്ച് തണുപ്പുണ്ട് വീണ്ടും ഒന്ന് കുളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു അനുഭവമാണ്. ഇതിന് വളരെ സിമിലർ ആയിട്ടുള്ളൊരു അനുഭവം എനിക്ക് ഋഷികേശിലുണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഉറപ്പായിട്ടും പറയാം. പ്രത്യേകിച്ച് നമ്മൾ നീണ്ട ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം മുഴുവൻ അഴുക്കും അതുപോലെ തന്നെ നല്ല ക്ഷീണവും വേദനയൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് ഇറങ്ങി കുളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. മണാലിയിലെ തന്നെ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അനുഭവങ്ങളിലൊന്നാണത്. ട്രക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിയുടെ ആവശ്യമായിട്ടാണ് ഈ യാത്ര തിരിക്കുന്നത്. എന്നാൽ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഞായറാഴ്ചകളിൽ പൊതുവേ ഞാൻ ഒന്നെങ്കിൽ ഒരു ഹൈക്കിനോ അല്ലെങ്കിൽ ട്രക്കിന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മണാലിയിൽ എത്തിയ സമയത്ത് എനിക്ക് ഏതാണ്ട് 8 വർഷമായിട്ട് അറിയാവുന്ന ഇപ്പോൾ അനുജ് താമസിക്കുന്ന വീടിൻ്റെ ഓണേഴ്സായിട്ടുള്ള ഹിമാചലിൽ തന്നെയുള്ള റോഷനങ്ങളും ആൻറ്റിയും ഉണ്ട്. അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ തന്നെയാണ്. ഞാൻ ഇത്തവണ ഹിമാചലിൽ വന്ന ഉടനെ സിഡ്ഡു എന്ന് പറയുന്നത് നമ്മുടെ ഹിമാചലിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വിഭവം ഹോം മെയ്ഡായിട്ട് എനിക്ക് വേണ്ടി അവർ കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അങ്കിളും ആൻറ്റിയും എന്നെ കാട്ടിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാട്ടിലേക്ക് പോകുന്ന ഒരു പ്രത്യേക ഉദ്ദേശമായിട്ടാണ്. അവർ സ്ഥിരമായിട്ട് കാട്ടിൽ പോയി ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന പോലെ പാചകം ചെയ്യുന്ന ഒരുപാട് വിഭവങ്ങളുണ്ട്. അവർക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് ഹെർബ്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഈ സൺഡേ ഞങ്ങൾ കാട്ടിലേക്ക് പോകാൻ പോകുന്നത് ഈ കാട്ടിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള വർഷത്തിൽ ഏതാണ്ട് ഒരു പ്രത്യേക സമയത്ത് മാത്രം കിട്ടുന്ന ഒരു വളരെ അപൂർവമായ ഒരു ട്രഷർ തേടിയിട്ടാണ്. അതെന്താണ് എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിക്കാം. ഞാൻ ഷനാഗ് എന്ന് പറയുന്ന വില്ലേജിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. എനിക്ക് എത്രമാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു മെമ്മറിയാണ് ആ വില്ലേജിലുള്ളതെന്നും അതുപോലെ തന്നെ ആരൂബാബ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുമായിട്ട് ഇത്തവണ ഞാൻ ആ വില്ലേജിൽ പോയിട്ടുള്ള കാര്യമൊക്കെ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ
അപ്പോൾ ഇത്തവണ എവിടേക്ക് പോയ സമയത്ത് റോത്താങ് റോഡിലൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ പോയ സമയത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മണാലിയിൽ നിരന്തരമായിട്ട് മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ അരുവാവയ്ക്കൊപ്പം പോയ സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോഴും കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജൂണും ജൂലൈയും ഓഗസ്റ്റും ഒക്കെ വരാനിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഫ്ലഡിലുണ്ടായ നാശനഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് നികത്താനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് റോഡിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒന്നും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അരുവാവ് പറയുണ്ടായി, പുള്ളിക്കാരൻ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഏതാണ്ട് 6-7 ദിവസം ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ വഴിയിലേക്ക് വന്ന സമയത്ത് ഈ റോഡ് ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നില്ല, വെള്ളം കൊണ്ടുപോയിരുന്നു എന്ന്. ഞാൻ ഒരു തിരക്കഥ എഴുതുന്ന ആവശ്യമായിട്ടാണ് ഈ യാത്ര തിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ജോലിയുടെ ആവശ്യമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ആ സമയത്ത് ഈ സിനിമയുടെ ഡയറക്ടറും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസും എനിക്ക് തന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈതർ കൊച്ചി പോലൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്പേസ് ഹയർ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുതാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതേ എക്സ്പെൻസിൽ യാത്ര ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള രോഹിത് തന്നെയാണ് എനിക്ക് ഋഷികേശ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഋഷികേശിൽ നിന്ന് എഴുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ച് ഈ ട്രാവൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു 2 മാസം മുതൽ 3 മാസം വരെ നീണ്ട ഒരു യാത്രയിൽ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ചെയ്യാം. അറ്റ് സം പോയിന്റ് രോഹിത് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് അതിനുശേഷമുള്ള ഡിസ്കഷൻസും ഡയലോഗ്സിൽ പിന്നെ അഗെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇനീഷ്യലി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഹരിദ്വാറിലേക്ക് ഒരു ട്രെയിൻ എടുക്കുക, ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിലേക്ക് ട്രാവൽ ചെയ്യുക, ഋഷികേശിൽ വന്നിട്ട് ഈ നീണ്ട കാലം നിൽക്കുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയോ വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ അങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഷട്ടിൽ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഒരേ സ്ഥലത്ത് കുറച്ചധികം കാലം നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതെനിക്ക് സാച്ചുറേറ്റഡ് ആവുകയാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം ഐ ചേഞ്ച് പ്ലേസസ് എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യേണ്ട, ട്രെയിൻ എടുക്കാം എന്ന് പറയുന്ന ഒരു ഡെസിഷൻ എൻ്റെതായിരുന്നു. എൻ്റെ ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളിലും വളരെ ഇല്ലോജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ 2 ദിവസമൊക്കെ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ആ ഒരു സെൻസ് ഓഫ് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഞാൻ കുറേ ദൂരെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്യും. എന്നെ സംബന്ധിച്ച് ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഡൽഹിയിൽ 2 hours 3 hours ലേറ്റർ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഐ ഡോണ്ട് ഗെറ്റ് ദ ഫീലിംഗ് ദാറ്റ് ഞാൻ ഒരു നീണ്ട യാത്ര ചെയ്തു, ഒരു നീണ്ട സ്ഥലത്തേക്ക് വന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒരു അക്ലമൈറ്റൈസേഷൻ ഉണ്ടാവും, നോട്ട് ദ ക്ലൈമറ്റ്, ഐ മീൻ ആ ഒരു യാത്രയോട്, ആ ഒരു സ്ഥലത്തോട്. കുറേ കൾച്ചേഴ്സും കുറേ ലാൻഡ്സ്കേപ്പുകളും വ്യത്യസ്തമായ ജോഗ്രഫിയും ഒക്കെ മറികടന്നാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതെന്ന് പറയുന്ന ഒരു ഫീലിംഗ് ദാറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. लाइट वाला ऑयल से इधर वेवलेट आएगा ब्रो. ഇനീഷ്യയിലേക്കുള്ള എൻ്റെ വലിയ യാത്രകളെല്ലാം, നീണ്ട യാത്രകളെല്ലാം ട്രെയിനിലായിരുന്നു. സ്വാഭാവികമായിട്ട് സാമ്പത്തികമായിട്ട് നമ്മളുടെ ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ അന്ന് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത്. ഇന്നൊരു പക്ഷേ നമ്മളൊരു സെക്കൻഡ് AC ട്രാവൽ ചെയ്യുന്ന അതേ എക്സ്പെൻസിൽ നമുക്ക് വളരെ പെട്ടെന്ന് ട്രാവൽ ചെയ്യാം. ഒബിയസ്ലി ഇന്ന് ഫിനാൻഷ്യലിയും നമുക്ക് സമയമാണ് കൂടുതൽ വിലപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് തന്നെയാണ് കൺവീനിയൻറ്റ്. പക്ഷേ ഐ ചോസ് ഐ ട്രാവൽ ഇൻ ട്രെയിൻ. അതും ഞാൻ ട്രെയിനിൽ തന്നെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുകയും വായിച്ചു തുടങ്ങുകയൊക്കെ ചെയ്താണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 100 കണക്കിന് റെയിൽവേ സ്റ്റേഷൻസ് ക്രോസ് ചെയ്താണ് വരുന്നത്. മേ ബി നമ്മുടെ ട്രെയിൻ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലായിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാത്ത 100 കണക്കിന് റെയിൽവേ സ്റ്റേഷനുകൾ ക്രോസ് ചെയ്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻസ് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ലൈഫ് ടൈമിൽ ഒരിക്കലും നമ്മൾ കണ്ടു തീരാത്തത്ര സ്ഥലങ്ങളാണ് നമ്മൾ റെയിൽവേ ബോർഡുകൾ മാത്രമായിട്ട് കാണുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് പണ്ട് പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഞാൻ കാണുന്ന ഒരുപാട് റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. ഈവൻ കേരളത്തിൽ പോലും ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് റെയിൽവേ സ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈമിൽ നമുക്കിതെല്ലാം വിസിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്ന
പറയുന്നതാണ് റിയാലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ ക്രോസ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മൂവിങ് ആയിട്ട് കണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ 2 ദിവസം നീണ്ട യാത്ര കഴിഞ്ഞ് ഞാൻ നേരെ വന്നെത്തുന്നത് നിസാമുദ്ദീനിലാണ്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇറ്റ്സ് എ ഗ്ലോറിയസ് കെയോസ്. വല്ലാത്തൊരു കെയോസ് ആണ്. ഇങ്ങനെ ആൾക്കൂട്ടവും തിക്കും തിരക്കും ഒക്കെ ആയിട്ടുള്ള ഒരു കെയോസ് ആണ്. ഋഷികേശിൽ നോൺ വെജ് ഭക്ഷണം കിട്ടുന്നത് കുറച്ച് പാടാണ്. ഋഷികേശിലെ മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ എവിടെയും നോൺ വെജിറ്റേറിയൻ ഫുഡും അതുപോലെ തന്നെ മദ്യവും ഒക്കെ അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇനി വരുന്ന കുറച്ച് മാസങ്ങൾ ഒരുപക്ഷെ ഇനി ചിക്കനൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ നിസാമുദ്ദീനിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ അടുത്ത ട്രെയിൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഹരിദ്വാറിലേക്കുള്ള എൻ്റെ ട്രെയിനും ബുക്ക്ഡ് ആണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് കുറച്ച് റഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ ട്രെയിൻ ആക്ച്വലി റൈറ്റ് ടൈമിലല്ല എത്തിയത്. എന്നാലും ഞാൻ ഓലയിലും ഊബറിലും ഒക്കെ ഓട്ടോറിക്ഷ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈസിലി എത്താൻ കഴിയും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഓലയിൽ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു. ഈ ഓട്ടോക്കാരൻ എനിക്ക് നല്ലൊരു പണി തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ ട്രെയിൻ എനിക്ക് മിസ്സാവാൻ പോവാണ്. इनके पास में बहुत ट्रॉफी है। शादी का उम्र भी तो नहीं हुआ है। उम्र नहीं है अभी टाइम है। सब कारा कितने पैसे देते हैं? 20 रुपया। का हां कितना है? 20 रुपया। 20 भी लेते, 30 भी लेते, 50 भी लेते।